ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മളെ റൂമും നമ്മളെ ഡെസ്കൊക്കെ എല്ലാം അടിപൊളിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എസ്തെറ്റിക് വൈബുള്ളൊരു ഡെക്കോറായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കളറിൻ്റെ ഒരു A4 പേപ്പർ വേണം. അത് നമുക്ക് സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതുകൊണ്ട് നമ്മളൊരു പേപ്പർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 10x10 ലെങ്ത്തും വിഡ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സൈസ് തന്നെ എടുത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ മടക്കി കൊടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് രണ്ട് സൈഡ് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ 4 ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സെൻട്രലിലുള്ള 2 ട്രയാങ്കിളിൻ്റെ താഴെ നമുക്ക് ചെറുതായിട്ട് 1 ഇഞ്ച് വിടത്തിൽ നമുക്ക് ഒരു കോണായിട്ടൊന്ന് ഞാനിപ്പോൾ വരച്ച് കൊടുക്കുന്ന പോലത്തൊന്ന് വരച്ച് കൊടുക്കണം. ഇനി ബാക്കി വരുന്ന ട്രയാങ്കിളിലെ ഒന്നിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ട്രയാങ്കിൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് 2 ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വരച്ച് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെട്ടി കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുത്തത്. 1-2 ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വരക്കാത്തത് നമുക്ക് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം. ഒരുപാട് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി സെൻറ്ററിൽ പശ തേച്ചിട്ട് നമുക്ക് ഈ കോണ് പോലെ വെട്ടിക്കൊടുത്തില്ല, അതിലെ 2 ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. 2 സൈഡും ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒത്ത സെൻറ്റർക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കരുത്. സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ, എന്നാലേ ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇനി തിരിച്ചതിന് ശേഷം നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയില്ല, അത് നമ്മൾ ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 കാല് പോലെ നിൽക്കുന്ന ഭാഗം ഒന്ന് താഴോട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ്, വീഡിയോയിൽ നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം മുകളിൽ വരുന്ന പീസ് ഇതുപോലെ ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എൻഡ് ഭാഗം ഒന്ന് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ കുറച്ചധികം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോ ബാനറാണ്. നമുക്ക് നമ്മളെ വാളും റൂമും അതുപോലെ തന്നെ ഡെസ്കൊക്കെ ഡെക്കോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഡെക്കോർ ഐറ്റം തന്നെയാണ് ബോ ബാനർ. സംഭവം ഒന്നുമില്ല, ഇതുപോലത്തെ കുറച്ച് ബോസ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ത്രെഡ് എടുത്തിട്ട് അതിൽ ഈ ബോസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ വാളിൽ തൂക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബോസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും കുറച്ച് ലെങ്ത്ത് വിട്ടിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഒന്ന് വിട്ട് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ബോ ബാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഡെസ്കിൻ്റെ മുകളിലായിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ബോ ബാനറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.